Three names ആണ് നമ്മൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. Conjunctions are divided into three types. They are of three types. They are coordinating conjunctions, correlative conjunctions and subordinating conjunctions. So അതിൽ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ആയ coordinating conjunctions എന്താണ് നോക്കി. നമ്മൾ ഒരു set of 7 coordinating conjunctions പഠിച്ചു. Okay, and we call that set boy fans or fan boys. നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ അതിനെ പറയാമെന്ന് പറഞ്ഞു. Right? അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് തന്നെ നമുക്ക് ഈ ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ഓർഡറിൽ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, യെറ്റ് ആൻഡ് സോ, ഈ ഒരു 7 കൺജങ്ഷൻസ് ആണ് പ്രൈമറി കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രൈമറി ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 7 കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ യൂസസിൽ ഒരുപാട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ്. ബട്ട് ഇത് അല്ലാണ്ട് ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ യെസ് വി ഹാവ്. സോ ദേ ആർ however, nevertheless, only, still, whereas, otherwise and therefore. So ഇതൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് കോഴ്സ്, ബട്ട് നമ്മൾ കോമൺ, അതായത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ് ഫസ്റ്റ് പറഞ്ഞ ഫാൻ ബോയ്സ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ദീസ് ആർ സം മോർ സെറ്റ് ഓഫ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. Okay, so there are totally 14 to 15 coordinating conjunctions എന്ന് പറയാം, because fan boys എന്ന് പറയുമ്പോൾ there are 7 coordinating conjunctions, and here we again have 7. Then also I can say nevertheless പോലെ തന്നെ you have another word called nonetheless. Nonetheless and nevertheless mean the same, അതുകൊണ്ടാണ് അതവിടെ include ചെയ്യാത്തത്. Okay, otherwise I would have also written that since they both have the same meaning, I thought of writing any one of the sentences. They have a small difference, like I will share you what is the difference between nevertheless and nonetheless after the class. Okay, like it's a picture. By looking at the picture itself you can understand what is the difference, major difference between them. So nevertheless and nonetheless are very similar to still or yet എന്നൊക്കെ നമ്മൾ പറയുന്ന, സ്റ്റിൽ, എന്നിട്ടും എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ നെവർദലെസ്സും നൺദലെസ്സും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷനെ തന്നെ നമ്മൾ 4 നെയിംസിൽ നമ്മൾ പഠിച്ചു വെക്കാം. ദാറ്റ് ഈസ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് അഡിഷൻ, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് ചോയ്സ്, coordinating conjunctions of contrast and coordinating conjunctions of logical deduction and inference. അപ്പോൾ അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആൻഡ് എന്നുള്ള ഒരു കൺജങ്ഷൻ ആണ് നമുക്ക് മൈൻഡിൽ വരിക. അഡീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ കൂട്ടി എഴുതുന്നു. ഫോർ എക്സാമ്പിൾ കീറ്റ്സ്, ഷെല്ലി, സ്പെൻസർ ആൻഡ് വേറൊരു റൈറ്റർ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, നമ്മൾ കുറേ റൈറ്റേഴ്സിൻ്റെ പേരാണ് പറയുന്നത്. അതേപോലെ ആപ്പിൾ, ഓറഞ്ച്, ബനാന ആൻഡ് പപ്പായ. അപ്പം നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ആൻഡ് ലാസ്റ്റിൽ വരുന്ന ആ ഒരു ഫ്രൂട്ടിൻ്റെ തൊട്ട് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻഡ് എന്നുള്ള വേർഡ് ഒരു കൺജങ്ഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. റൈറ്റ്, അതിനാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് അഡീഷൻ. സോ ദർ ഇസ് ഓൺലി വൺ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഓഫ് അഡീഷൻ, ദാറ്റ് ഇസ് ആൻഡ്. Okay, next one, coordinating conjunctions of contrast. Contrast എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓപ്പോസിറ്റ് ഇൻ മീനിങ് എന്നാണ്. ഓപ്പോസിറ്റ് എന്നൊരു അർത്ഥം വരുന്നതാണ് കോൺട്രാസ്റ്റ്. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് കളർ ഷർട്ടിന് വൈറ്റ് കളർ പാൻസ്, അല്ലെങ്കിൽ ബ്ലാക്ക് പാൻസിന് വൈറ്റ് ഷർട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കളർ കോഡ്സ്, ഡ്രസ് കോഡ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിനെന്താണ്, കോൺട്രാസ്റ്റിംഗ് കളറിൽ വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയും. കോൺട്രാസ്റ്റിംഗ് ഷെയ്ഡ്സ് ചൂസ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുക. സിമിലർലി കോർഡിനേറ്റിംഗ്, അപ്പോൾ എന്താണ് ഇതിൽ ബട്ട്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് കോൺട്രാസ്റ്റിൽ വളരെ ഫേമസ് ആയിട്ട് വരുന്നതാണ് ബട്ട്. ഓക്കെ, ബട്ട്, യെറ്റ്. ഓക്കെ, പിന്നെ അതേപോലെ അതർവൈസ് പിന്നെ നമുക്ക് അതർവൈസ് ചോയ്സിലാണ് വരിക. ബട്ട്, യെറ്റ്, സ്റ്റിൽ. ഓക്കെ, ഇതൊക്കെയാണ് കോൺട്രാസ്റ്റിൽ വരുന്നത്. നെവർദലെസ്, നൺദലെസ് അതും വരും. ഓക്കെ, ബട്ട്, യെറ്റ്, സ്റ്റിൽ, നെവർദലെസ് ആൻഡ് നൺദലെസ്. Then next വരുന്നതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് ചോയ്സ്. സോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് ചോയ്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഓർ ആൻഡ് അതർവൈസ്, ഓറും അതർവൈസും ഇത് രണ്ടുമാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ഓപ്ഷൻ, ഒരു ചോയ്സ് പറയുന്ന രണ്ട് കൺജങ്ഷൻസ് ആണ് ഓറും അതർവൈസും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓഫ് ലോജിക്കൽ ഡിഡക്ഷൻ ആൻഡ് റീസണിങ്. ലോജിക്കൽ ഡിഡക്ഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, വൈ ഡിഡ് യു ഗോ ടു സ്കൂൾ ടുഡേ എന്ന് ചോദിക്കുമ്പോൾ ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ ടുഡേ ബിക്കോസ് ഐ ഹാവ് ഫീവർ എന്ന് നമ്മൾ പറയും. ബിക്കോസ് ഐ ഹാവ് ഫീവർ. പക്ഷേ ബിക്കോസ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷൻ ആണോ? ഓഫ് കോഴ്സ് യെസ്, കൺജങ്ഷൻ തന്നെയാണ്. ബട്ട് നമുക്ക് ബിക്കോസിനെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇസ് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ.
ബിക്കോസ് വന്നിട്ട് നിങ്ങൾക്കിത് ഇപ്പം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നാളെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇംഗ്ലീഷ് ഒരു മെയിൻ പേപ്പറായിട്ട് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഗ്രാമറിൽ എന്തായാലും പഠിക്കാനുണ്ടാവും ഇത്. അപ്പോൾ ബിക്കോസ് ഈസ് എ കൺജങ്ഷൻ. അപ്പോൾ അത്രമാത്രം മനസ്സിലാക്കി വെച്ചാൽ പോരെ, മതി. പക്ഷെ എന്താണ്, ബിക്കോസ് എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ നോ. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. തേർഡ് ടൈപ്പ്, 3 ടൈപ്സ് പറഞ്ഞില്ലേ, കോർഡിനേറ്റിംഗ്, കോറിലേറ്റീവ് ആൻഡ് സബോർഡിനേറ്റിംഗ്. അതിൽ സബോർഡിനേറ്റ് കൺജങ്ഷൻസ് അല്ലെങ്കിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ വരുന്നതാണത്. അപ്പം നമുക്ക് ബിക്കോസിൻ്റെ അതേ മീനിങ് വരുന്ന ഒരു വേർഡ് എന്താണ്, ഫോർ. ഫോർ ഞാൻ ഒന്ന് പറഞ്ഞു അല്ലേ, ഐ ആം ഹാപ്പി ഫോർ യു എന്ന് പറഞ്ഞാൽ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഐ ആം ഹാപ്പി ഫോർ യു മീൻസ് ഐ ആം ഹാപ്പി ബിക്കോസ് ഓഫ് യു. ഐ ആം ഹാപ്പി ബിക്കോസ് ഓഫ് യു. ഓക്കെ, സിമിലർലി ഐ എം സോറി ഫോർ യുവർ ലോസ്. ഐ എം സോറി ഫോർ യുവർ ലോസ്. നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ എം സോറി ഫോർ യുവർ ലോസ്. അപ്പോൾ ഐ എം സോറി ബിക്കോസ് ഓഫ് യുവർ ലോസ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ലോജിക്കൽ ഡിഡക്ഷൻ. അപ്പോൾ അവിടെ ബിക്കോസിൻ്റെ മീനിങ് വരുന്ന മറ്റൊരു കൺജങ്ഷൻ ആണ് ഫോർ, വിച്ച് ഈസ് എ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇനി അതേപോലെ തന്നെ നമുക്കിപ്പോൾ അതുകൊണ്ട് എന്ന് പറയും നമ്മളല്ലേ, എനിക്കിന്ന് ഫീവർ അതുകൊണ്ട് ഞാനിന്ന് സ്കൂളിലേക്ക് പോയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ന് മീനിങ് വരുന്ന 2 വേർഡ്സ് ആണ്. വൺ ഇസ് സോ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ദെർഫോർ. സോ ആൻഡ് ദെർഫോർ ഇത് രണ്ടും എന്താണ്, അഗെയിൻ ലോജിക്കൽ ഡിഡക്ഷൻ ആൻഡ് ഇൻഫറൻസസിൽ വരുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് റീസൺ പറയാൻ ബിക്കോസിന് പകരം ഫോർ പറയാം. അതേപോലെ സോ ആൻഡ് ദെർഫോർ ലാസ്റ്റിൽ കൺക്ലൂഡ് ചെയ്യാനുള്ളൊരു കൺജങ്ഷൻസ് ആയിട്ടും യൂസ് ചെയ്യാം, അതുകൊണ്ട് എന്ന് പറയുന്ന മീനിങ്ങിൽ. സോ ദീസ് ആർ ദ 4 ടൈപ്സ് ഓഫ് കോർഡിനേറ്റിംഗ് conjunctions. Okay, അപ്പോൾ നമുക്ക് coordinating conjunctions നമ്മൾ complete ചെയ്തു. Today we have to start the second type of conjunction, that is correlative conjunctions. കോറിലേറ്റീവ് കൺജങ്ഷൻസ്. ഇപ്പം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസറും, അതായത് ഈ പറയുന്ന ജോയിൻ ദ സെൻറ്റൻസസ് യൂസിങ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റിയുടെ ആൻസേഴ്സും ഇതിൽ തന്നെ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് സ്വയം വായിച്ചു നോക്കാം, സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. നിങ്ങളൊരു ചെറിയൊരു ക്വിസ് പോലെ നിങ്ങൾ ഓണായിട്ട് ചെയ്ത് നോക്കാൻ ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. If you are not able to answer, then you can look at the answer key. Alright. അതേപോലെ നെവർദലെസ്സും നൺദലെസ്സും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഞാൻ പറയാം എന്ന് പറഞ്ഞില്ലേ. നെവർദലെസ് എന്ന് പറഞ്ഞാൽ ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് അല്ലെങ്കിൽ ഡെസ്പൈറ്റ്, അതായത് അവൾക്ക് ഫീവർ ആയിട്ടും അവൾ ഇന്ന് സ്കൂളിലേക്ക് വന്നു. അപ്പോൾ എന്താ നമ്മൾ പറയുക, ഡെസ്പൈറ്റ് ഹാവിങ് ഫീവർ അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് ഫീവർ ഷീ കെയിം ടു സ്കൂൾ ടുഡേ. അതിനെ തന്നെ നമുക്ക് എങ്ങനെ വേറെ നെവർദലെസ് വെച്ചിട്ട് എങ്ങനെ പറയാം, ഷീ ഹാസ് ഫീവർ നെവർദലെസ് ഷീ കെയിം ടു സ്കൂൾ. എങ്ങനെയാണ്, ഷീ ഹാസ് ഫീവർ നെവർദലെസ് ഷീ കെയിം ടു സ്കൂൾ. അതേപോലെ നൺദലെസ് എന്ന് പറഞ്ഞാൽ ഇൻ കോൺട്രാസ്റ്റ് ടു എന്നാണ് മീനിങ്. അതായത് നൺദലെസ് മീൻസ് സംതിങ് വിച്ച് ഇസ് ദ ഓപ്പോസിറ്റ്, ഇൻ കോൺട്രാസ്റ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അമൽ ഇസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്, നൺദലെസ് അരുൺ is not so. ഓക്കെ, അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താണ്, ഇൻ കോൺട്രാസ്റ്റ്. അമലിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് അരുൺ എന്താണ്, അങ്ങനത്തെ ഗുഡ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് അല്ല. അല്ലെങ്കിൽ അമൽ ഇസ് സ്റ്റുഡിയസ്, നൺദലെസ് അരുൺ ഇസ് എ വീക്ക് സ്റ്റുഡൻറ്റ്. അപ്പോൾ അവിടെ എന്താണ്, ഇൻ കോൺട്രാസ്റ്റ് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള 2 ഫീച്ചേഴ്സ്, 2 കുട്ടികളുടെ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് യൂസ് ദ റൈറ്റ് കൺജങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ. ഓക്കെ, നൗ മൂവിങ് ടു ദ സെക്കൻഡ് ടൈപ്പ്, correlative conjunctions. So what is meant by correlative conjunctions, or what are correlative conjunctions? Correlative എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി തമ്മിൽ ബന്ധമുള്ളത് എന്നൊരു മീനിങ് ഉണ്ട്. തമ്മിൽ എന്തുണ്ട്, ഒരു ബന്ധമുണ്ടാവണം. അപ്പോൾ കോറിലേറ്റീവ് കൺജങ്ഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ, ഇവർ ഒറ്റയ്ക്കൊരു വേർഡല്ല. ഇൻസ്റ്റെഡ് ദേ ഓൾവേസ് കം ആസ് എ പെയർ ആയിട്ട്, ജോഡികളായിട്ട് മാത്രമേ ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആസ് ദ നെയിം സജസ്റ്റ്സ്, correlative conjunctions are used to represent a correlation between the elements they join. ഒരു സെൻറ്റൻസിൽ ഈ കൺജങ്ഷൻസുകൾ ജോയിൻ ചെയ്യുന്ന എലമെൻറ്റ്സ് തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു റിലേഷൻ കാണിക്കാനാണ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. സോ ദേ ഓൾവേസ് അപ്പിയർ എയ്തർ ഇൻ പെയർസ് ഓർ ആസ് എ ഗ്രൂപ്പ്. ഞാൻ പറഞ്ഞ പോലെ ജോഡികളായിട്ടാണ് ഇവർ വരിക.
അപ്പോൾ എന്തിനാണ് ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസ് അങ്ങനെ ഒരു പേര് അവർക്ക് എങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു കൺജങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സെയിം ജസ്റ്റ് ലൈക്ക് ഹൗ വി ആർ യൂസിങ് അതർ കൺജങ്ഷൻസ്, ഇറ്റ് ഈസ് ടു ബ്രിങ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ സെൻറ്റൻസ്. സോ വൺ പാർട്ട് ഓഫ് ദ പെയർ കനോട്ട് ബി യൂസ്ഡ് വിത്ത് ദ അതർ വൺ. ഇതിൻ്റെ അർത്ഥം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ ഒരു സെറ്റാണ് എയ്തർ ഓർ. എയ്തർ ഓർ എന്ന് പറയുന്നത് ഒരു സെറ്റ്. മറ്റൊരു സെറ്റാണ് നെയ്തർ നോർ. നെയ്തർ നോർ. പക്ഷെ ഇവർ പറയുന്ന പോലെ എയ്തർ ഓർ എന്ന് എയ്തറും നെയ്തർ നോർ എന്ന് നോറും എടുത്തിട്ട് എയ്തർ നോർ അല്ലെങ്കിൽ നെയ്തർ ഓർ അങ്ങനെ എനിക്ക് ഫോം ചെയ്യാൻ പറ്റില്ല. വൺ പാർട്ട് ഓഫ് ദ പെയർ കനോട്ട് ബി സ്പ്ലിറ്റ് ഫ്രം ദ അതർ വൺ. ഓക്കെ, കനോട്ട് ബി കട്ട് ആൻഡ് സ്പ്ലിറ്റ് ഫ്രം ദ ഓപ്പോസിറ്റ് വൺ ഓർ ദ പെയർ. ഒരു ജോഡിയായിട്ട് അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒന്നായിട്ട് നമുക്ക് കട്ട് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ദീസ് കൺജങ്ഷൻസ് ആർ സംടൈംസ് കോൾഡ് കോംപ്ലെക്സ് കൺജങ്ഷൻസ്. ഇവർക്ക് തന്നെ മറ്റൊരു പേരാണ് കോംപ്ലെക്സ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആർ ബേസിക്കലി ഓഫ് 4 ടൈപ്സ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, എയ്തർ ഓർ, that's the first one. The second one is neither nor. The third one is both and. Both and, അതായത് both Anu and Manu are dancers. Both and the fourth one is not only but also. Not only but also. For example, not only English but I also love math. അല്ലെങ്കിൽ not only my mother, my father is also a doctor. അങ്ങനെ എൻ്റെ അച്ഛൻ മാത്രമല്ല, എൻ്റെ അമ്മ മാത്രമല്ല, എൻ്റെ അച്ഛനും ഒരു ഡോക്ടറാണ്. ഓക്കെ, സോ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ബേസിക്കലി ഈ 4 ആണ് നമ്മൾ പറയുക. അതല്ലാണ്ട് നമുക്ക് ഒന്നുണ്ട്, ആസ് വെൽ ആസ് എന്നതും ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. ആസ് വെൽ ആസ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് നോ ലെസ് ദാൻ. നോ ലെസ് ദാൻ. ബേസിക്കലി നമ്മൾ പറയുന്ന 4 എണ്ണമാണ് എയ്തർ ഓർ, നെയ്തർ നോർ, ബോത്ത് ആൻഡ്, പിന്നെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇത് കൂടാണ്ട് നമുക്ക് ആസ് വെൽ ആസ്, നോ ലെസ് ദാൻ, നോ സൂണർ ദാൻ ഇതും കൂടെ വരും. നോ ലെസ് ദാൻ, നോ സൂണർ ദാൻ ഇതും കൂടെ നമുക്ക് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ എയ്തർ ഓർ, നെയ്തർ നോർ ഇതെല്ലാം നമുക്ക് കോറിലേറ്റീവ് കൺജങ്ഷൻസിൽ തന്നെ വരും. പക്ഷെ ഞാൻ എൻ്റെ ആക്ച്വലി കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഓഫ് ചോയ്സിലാണ് എയ്തർ ഓറും നെയ്തർ നോറും. പിന്നെ വെദർ ഓർ അതും വരും. വെദർ ഓർ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇൻ ഡീറ്റെയിൽ നോക്കാം. സോ കോറിലേറ്റീവ് കൺജങ്ഷന് നമ്മൾ നേരത്തെ കോർഡിനേറ്റിംഗ് കൺജങ്ഷന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? അഡീഷൻ, കോൺട്രാസ്റ്റ്, ചോയ്സ് ആൻഡ് ലോജിക്കൽ ഡിഡക്ഷൻ ആൻഡ് ഇൻഫറൻസ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആർ ഓൾസോ ഡിവൈഡഡ് ഇൻ ടു 2 ആസ് കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഓഫ് അഡീഷൻ ആൻഡ് ചോയ്സ്. അപ്പോൾ അഡീഷനിൽ ഏതൊക്കെ വരും, ചോയ്സിൽ ഏതൊക്കെ വരും? ഫസ്റ്റ് നമുക്ക് അഡീഷൻ നോക്കാം. ഓക്കെ, സോ ദ ഫസ്റ്റ് കോറിലേറ്റീവ് കൺജങ്ഷൻ ഓഫ് അഡീഷൻ ഇസ് ബോത്ത് ആൻഡ്. അപ്പോൾ ബോത്ത് ആൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കാണാം. യു ക്യാൻ കം ഹോം, your sister can come home too. First പറയുന്നുണ്ട് you can come home. Second sentence, your sister can come home too. നിന്റെ സിസ്റ്റർക്കും എൻ്റെ വീട്ടിലേക്ക് വരാം. Now we want to join these 2 sentences using an appropriate correlative conjunction. Using a suitable correlative conjunction, how can you join these sentences? Using the conjunction both and. So both you and your sister can come home. ഇവിടെ നമ്മൾ ടു എന്ന് പറയുന്ന വേർഡ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അവോയ്ഡ് ചെയ്യാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ആർ യൂസിങ് എ കൺജങ്ഷൻ. ബോത്ത് ആൻഡ് എന്ന ആ കൺജങ്ഷൻ വരുമ്പോൾ പിന്നെ ഈ TOO എന്ന് പറയുന്ന ടു നമ്മൾ വീണ്ടും എഴുതിയാൽ ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. അവിടെ അത് സെൻസ് ഉണ്ടാവില്ല. ദർ വിൽ ബി നോ മീനിങ്. അത് റോങ് സെൻറ്റൻസ് ആയിട്ട് മാറും. സോ ബോത്ത് യു ആൻഡ് യുവർ സിസ്റ്റർ ക്യാൻ കം ഹോം. ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ആസ് വെൽ ആസ്. As well as. For example, you can see students of class 6 may go for the summer camp. Students of class 7 may go for the summer camp too. അപ്പോൾ 6th ഗ്രേഡിലുള്ള സ്റ്റുഡൻസ് സമ്മർ ക്യാമ്പിന് പോയേക്കാം. മേ ഗോ എന്നാണ് പറയുന്നത്. സമ്മർ ക്യാമ്പിന് പോയേക്കാം. സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 7 മേ ഗോ ഫോർ ദ സമ്മർ ക്യാമ്പ് ടു. അപ്പോൾ 7th ഗ്രേഡിലുള്ള സ്റ്റുഡൻസും സമ്മർ ക്യാമ്പിന് പോയേക്കാം. അവരും 7th ഗ്രേഡിലുള്ള സ്റ്റുഡൻസും. അപ്പോൾ now I want to join both these sentences. അപ്പോൾ ബോത്ത് ആൻഡ് വെച്ച് തന്നെ ഇതെനിക്ക് ചെയ്യാം. ബോത്ത് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6 ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 7 മേ ഗോ ഫോർ ദ സമ്മർ ക്യാമ്പ് എന്ന് എഴുതാം.
But there is another conjunction with the same meaning, that is as well as. As well as. So the answer will be students of class 6 as well as class 7 may go for the summer camp. ഇവിടെയും നമ്മൾ to എന്നുള്ള വേർഡ് അവോയ്ഡ് ചെയ്തു. പിന്നെ അതേപോലെ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6 ആൻഡ് ആസ് വെൽ ആസ് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 7 അങ്ങനെ രണ്ട് പ്രാവശ്യം സ്റ്റുഡൻസ് ഓഫ് എന്ന് എഴുതണ്ടെന്ന് വെച്ചിട്ടാണ് ഒറ്റ പ്രാവശ്യം നമ്മൾ എഴുതുന്നത്. സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6 ആസ് വെൽ ആസ് ക്ലാസ് 7 മേ ഗോ ഫോർ ദ സമ്മർ ക്യാമ്പ്. ഈ രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇഫ് യെസ് യു ക്യാൻ ഗിവ് എ തംസ് അപ്പ്. Just give a thumbs up if it is clear. Okay? Good, good. What about Niranjana? Is it clear? Niranjana, clear ano? Mansilayo, any doubts? Okay, fine. You have also given a thumbs up. Good. So, the third one is no less than. No less than. ഇത് വന്നിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കൺജങ്ഷൻ ആണ്. I don't know whether you have come across this. But definitely you would have also learned this in some part of your English textbook. No less than. ഈ no less than നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ പറയാം. The example says, I am grateful to my parents. I am equally grateful to my teachers. I am grateful to my parents. Okay, ഞാൻ എൻ്റെ പേരൻസിനോട് കടപ്പെട്ടിരിക്കുന്നു. I am equally grateful to my teachers. ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോടും ഒരേപോലെ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരോടും ഞാൻ ഒരേപോലെയാണ് കടപ്പെട്ടിരിക്കുന്നത്. ഒരാളോട് കുറഞ്ഞിട്ടും ഒരാളോട് കൂടിയിട്ടും അല്ല ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഐ ആം ഈക്വലി ഗ്രേറ്റ്ഫുൾ ടു ബോത്ത് ഓഫ് ദം. അതെനിക്ക് ഈ നോ ലെസ് ദാൻ വെച്ചിട്ട് എങ്ങനെ പറയാം? ദ ആൻസർ സീസ് ഐ ആം നോ ലെസ് ഗ്രേറ്റ്ഫുൾ ടു മൈ ടീച്ചേഴ്സ് ദാൻ ടു മൈ പേരൻസ്. അതായത് എൻ്റെ പേരൻസിന് ഞാൻ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണോ അതിനെക്കാട്ടിൽ കുറഞ്ഞിട്ടല്ല ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്. ഐ ആം equally grateful to both of them എന്നാണ് പറയുന്നത്. I am equally grateful to my parents as well as my teachers. അപ്പോൾ ഇങ്ങനെ പറയാം, I am no less grateful to my teachers than to my parents. No less grateful to my teachers than. അപ്പോൾ no less ... than അങ്ങനെയല്ലേ നമ്മൾ എഴുതിയിരിക്കുന്നത്. No less കുത്ത് than. അപ്പോൾ ആ കുത്തിന്റെ സ്ഥലത്താണ് ഗ്രേറ്റ്ഫുൾ ടു മൈ ടീച്ചേഴ്സ് എന്നുള്ളത് വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ഐ ആം നോ ലെസ് ഗ്രേറ്റ്ഫുൾ ടു മൈ ടീച്ചേഴ്സ് ദാൻ ടു മൈ പാരൻസ്. അപ്പോൾ ആ നോ ലെസ് കഴിഞ്ഞ് എന്താണോ കോണ്ടന്റ് വരേണ്ടത് ആ കോണ്ടന്റിന് അവിടെ നിങ്ങൾ എഴുതണം. ആ പർട്ടിക്കുലർ കോണ്ടന്റ് അവിടെ എഴുതണം. ഓക്കെ. ഇപ്പോൾ സിമിലർലി ഐ ആം നോ ലെസ് ഇൻട്രസ്റ്റഡ് ഇൻ മാത്ത് ദാൻ ഇൻ ഇംഗ്ലീഷ്. അതായത് ഇംഗ്ലീഷിൽ എനിക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ അതേ ഇൻട്രസ്റ്റ് എനിക്ക് മാത്തിലും ഉണ്ട്. ഐ എം നോ ലെസ് ഇൻട്രസ്റ്റഡ് ഇൻ മാത്ത് ദാൻ ഇൻ ഇംഗ്ലീഷ്. അത് ദിസ് ഇസ് വെരി സിമിലർ ടു ബോത്ത് ആൻഡ് ആസ് വെൽ ആസ്. അതിൻ്റെ അതേ മീനിങ് തന്നെയാണ് നോ ലെസ് ദാനിലും പറയുന്നത്. അതുകൊണ്ടാണ് ഇവരൊക്കെ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഓഫ് അഡീഷൻ എന്ന് പറയാൻ കാരണം. ഓക്കെ. രണ്ട് കാര്യങ്ങളല്ലേ പറയുന്നത്. ഇപ്പോൾ ബോത്ത് യു ആൻഡ് യുവർ സിസ്റ്റർ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു. സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6 ആസ് വെൽ ആസ് ക്ലാസ് 7 അവിടെയും രണ്ടുപേരെ പറഞ്ഞു. നോ ലെസ് ഗ്രേറ്റ്ഫുൾ ടു മൈ ടീച്ചേഴ്സ് ദാൻ ടു മൈ പേരൻസ് അവിടെ രണ്ടുപേരെ പറഞ്ഞു. അപ്പോൾ അഡീഷനല്ലേ ഇവിടെ ചെയ്യുന്നത്. ടു തിങ്സ് അല്ലെങ്കിൽ ടു പീപ്പിളെ കുറിച്ചിട്ടല്ലേ നമ്മൾ പറയുന്നത്. ദാറ്റ്സ് വൈ വി കോൾ ദം കോറിലേറ്റീവ് കൺജങ്ഷൻസ് ഓഫ് അഡീഷൻ. ഓക്കെ. നെക്സ്റ്റ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ദിസ് ഈസ് ബേസിക്കലി യൂസ് ടു ഷോ എ സ്ട്രെസ് ഓൺ സംതിങ്, ടു സ്ട്രെസ് സംതിങ്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹ്യൂമിലിയേറ്റിംഗ്. ഹ്യൂമിലിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാണം കെടുത്തുന്നത്. ഇറ്റ് ഈസ് ഹ്യൂമിലിയേറ്റിംഗ്, ഇൻസൾട്ട് ചെയ്യുന്ന പോലെ. ഇറ്റ് ഈസ് ഹൈലി ഇല്ലീഗൽ ടു. അപ്പോൾ എന്താണ്? ഹ്യൂമിലിയേറ്റിംഗുമാണ് ഇല്ലീഗലുമാണ്, നിയമവിരുദ്ധവുമാണ്. സോ ദ ആൻസർ ഇസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഹ്യൂമിലിയേറ്റിംഗ് ബട്ട് ഓൾസോ ഹൈലി ഇല്ലീഗൽ. ഇല്ലീഗൽ ടു എന്നവിടെ എഴുതണ്ട, ബിക്കോസ് കൺജങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഹ്യൂമിലിയേറ്റിംഗ് ബട്ട് ഓൾസോ ഹൈലി ഇല്ലീഗൽ. ഓക്കെ. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ നടന്നു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, എ വെരി സിമ്പിൾ ഇൻസ്റ്റൻസ് ഇസ് കറപ്ഷൻ. കറപ്ഷൻ ഇസ് ഹ്യൂമിലിയേറ്റിംഗ്, റൈറ്റ്? പീപ്പിൾ ആർ ഹ്യൂമിലിയേറ്റിംഗ് അവർ സൊസൈറ്റി. കറപ്ഷൻ ചെയ്യുന്നതിലൂടെ എന്താണ് ഒരു കോൺ എന്താണ് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഡീമെറിറ്റ് എന്താണ് കറപ്ഷൻ്റെ? ഡീമെറിറ്റ്സേ ഉള്ളൂ കറപ്ഷന്, മെറിറ്റ്സ് ഇല്ല. വാട്ട് ഈസ് ദ ഡീമെറിറ്റ് ഓഫ് കറപ്ഷൻ? ഇറ്റ് ഓൾസോ ഹ്യൂമിലിയേറ്റ്സ് ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ഒരാൾ കറപ്റ്റാണെന്ന് വിചാരിക്കാം. ഒരാൾ വന്നിട്ട്
കറപ്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഓഫീസറാണെന്ന് വിചാരിക്കാം. ആ ഒരു ഓഫീസിൽ ഒരു 25 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ ഒരു ഒറ്റ സ്റ്റാഫ് അങ്ങനെ ഒരു ഇതായത് കൊണ്ട് കറപ്ഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളെയും നമ്മൾ ആ കണ്ണിൽ തന്നെയല്ലേ കാണുക. ഓ, ഇയാളൊരു ഇതാണ്, ഇങ്ങനത്തെ ഒരാളാണ്, കൈക്കൂലി വാങ്ങുന്ന ആളാണ്, റൈറ്റ്? വി തിങ്ക് ലൈക്ക് ദാറ്റ് ഓൺലി. ഹി ഈസ് എ കറപ്റ്റ് എന്നേ നമ്മൾ പറയുള്ളൂ. അതാണ്, ഇറ്റ് ഈസ് ഹ്യൂമിലിയേറ്റിംഗ്. ഫോർ എക്സാമ്പിൾ, കറപ്ഷൻ ഇസ് ഹ്യൂമിലിയേറ്റിംഗ് ആൻഡ് ഇസ് ഹൈലി ഇല്ലീഗൽ ടു, അല്ലേ? That is an example where you can use not only but also. Okay, now the last one is no sooner than. No less than പറഞ്ഞില്ലേ, അതേപോലെ no sooner than. No less than വന്നിട്ട് നമ്മൾ എന്തിന്, ഒന്നിനെക്കാട്ടിലും മറ്റൊന്ന് കുറഞ്ഞതല്ല, ചെറുതല്ല എന്ന് കാണിക്കാനാണ് no less than യൂസ് ചെയ്തത്. ഇത് no sooner than എന്ന് പറയുമ്പോൾ this is used to show two actions that took place in a short interval of time. ഈ no sooner than മെയിൻ യൂസ് അതാണ്, used to show two actions that took place in a short interval of time. ഒരു ചെറിയ പീരീഡിൻ്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങൾ നടന്നു. ആ ഒരു പീരീഡിൽ തന്നെ നടന്ന രണ്ട് കാര്യങ്ങളെയും കുറിച്ചിട്ട് പറയാനാണ് ഈ ഒരു കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, I started from home. The rain started immediately after that. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അത് കഴിഞ്ഞ് ഉടനെ മഴ വന്നു. ഞാൻ ഇറങ്ങി ഉടനെ മഴ വന്നു. So you can write like this: No sooner did I start from home than the rain started. No sooner did I start from home than the rain started. Means ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അധിക നേരമൊന്നും ആവുന്നതിന് മുൻപ് തന്നെ മഴ പെയ്യാൻ തുടങ്ങി. No sooner did I start from home than the rain started. അതായത് ഇങ്ങനെയും പറയാം, മഴ വരുന്നതിന് ഒരുപാട് മുൻപൊന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല. നോ സൂണർ, ഒരുപാട് മുമ്പൊന്നും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ ഉടനെ മഴ വന്നു. അപ്പം മഴ വരുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഒന്ന് അത് ആലോചിച്ചിട്ട് ആ ഒരു എവിടെയാണ് ആ ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ കൺജങ്ഷൻ യൂസ് ചെയ്യാൻ. നോ സൂണർ ഡിഡ് ഐ സ്റ്റാർട്ട് ഫ്രം ഹോം ദാൻ ദ റെയിൻ സ്റ്റാർട്ടഡ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് വരാം, നോ സൂണർ ഐ ഡിഡ് സ്റ്റാർട്ട് ഫ്രം ഹോം എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഡിഡ് ഐ സ്റ്റാർട്ട് ഫ്രം ഹോം എന്ന് എന്തുകൊണ്ട് പറയുന്നു? ഡിഡ് ഐ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഇല്ലേ? അപ്പം ഐ ഡിഡ് എന്നല്ലേ എഴുതേണ്ടത്? അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ there is a reason for that. If the first part of the conjunction no sooner is placed at the beginning of a sentence, the clause that immediately follows it must have the reverse form of the verb. അതായത് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിഗിനിങ്ങിൽ തന്നെ ഈ നോ സൂണർ എന്ന് പറഞ്ഞിട്ടുള്ള കൺജങ്ഷൻ വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന സെക്കൻഡ് ക്ലോസ്, രണ്ടാമത്തെ ക്ലോസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? വേർബിൻ്റെ റിവേഴ്സ് ഫോം വെച്ചിട്ടായിരിക്കണം തുടങ്ങേണ്ടത്. അപ്പം നോ സൂണർ കഴിഞ്ഞിട്ട് ഐ എന്ന സബ്ജക്റ്റ് വരരുത്, വേർബ് കഴിഞ്ഞിട്ട് വേണം സബ്ജക്റ്റ് വരാൻ. സോ ഡിഡ് ഐ ഡിഡ് ഷുഡ് ബിക്കം ഡിഡ് ഐ. സോ നോ സൂണർ ഡിഡ് ഐ സ്റ്റാർട്ട് ഫ്രം ഹോം എക്സെട്ര. ഇവിടെ നമുക്ക് രണ്ട് വേർബ്സ് ഉണ്ട്. ഡിഡ് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പിംഗ് വേർബാണ്, സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വേർബാണ്. എങ്ങനെ നോക്കിയാലും നമുക്ക് ഹെൽപ്പിംഗ് വേർബ് ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കല്ലേ കൊടുക്കാറുള്ളൂ? എപ്പോഴും അങ്ങനെയല്ലേ? ഹെൽപ്പിംഗ് വേർബ് ഇപ്പോൾ ഐ ക്യാൻ സിങ് എ സോങ് എന്ന് പറയുമ്പോൾ ഐ സിങ് ക്യാൻ എ സോങ് എന്ന് പറയുന്നുണ്ടോ? ഐ ക്യാൻ സിങ് എ സോങ് എന്നല്ലേ പറയാ? അപ്പോൾ ആദ്യം ക്യാൻ എന്നുള്ള ഹെൽപ്പിംഗ് വേർബ് എഴുതിയിട്ടേ നിങ്ങൾ സിങ് എന്നുള്ള മെയിൻ വേർബ് എഴുതുന്നുള്ളൂ. അതേപോലെ തന്നെ if a sentence begins with the conjunction no sooner, then immediately the sentence must follow the reverse form of the verb. The sentence must have the reverse form, ulta form of the verb. Alright, ഇത്രയുമാണ് correlative conjunctions of addition എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? If it is clear, you can again give me a thumbs up. Okay, what about others? Shikha and Dia, is it clear? Okay, I hope it is clear for everyone. So I think yes. Yes, ma'am. Okay, fine, good, very good. Now we can move to the next type, that is correlative conjunctions of choice. Correlative conjunctions of choice ൽ നമുക്ക് 3 ടൈപ്പുകളുണ്ട്. Very simple ആണ്. Either or, neither nor and whether or. Okay, so first one is either or.
എയ്തർ ഓർ നമ്മൾ ഒരുപാട് നമ്മുടെ ഗ്രാമർ ഒക്കെ പഠിക്കും, ചെറിയ ക്ലാസ്സിൽ തന്നെ ഈ എയ്തർ ഓർ ആൻഡ് നെയ്തർ ഓർ നമ്മൾ ഫെമിലിയറൈസ് ആയി വന്ന ടോപ്പിക്കാണ്. എനിവേസ് ലെറ്റ്സ് സീ. എയ്തർ ഓർ is used to show a choice. It is used to represent a choice between two people or two things. So the first example, then I think you can read this. Shani, can you read the example and the answer? Yes, ma'am. Yes, You yes. can come home. Alternatively, I can come to your place. Answer. Either you can come home or I can come to your place. Very good. Either you can come home or I can come to your place. അപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ പറയുന്നത് എന്താണ്? യു ക്യാൻ കം ഹോം, നിനക്ക് വീട്ടിലേക്ക് വരാം. ഓൾട്ടർനേറ്റീവ്ലി, ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഐ ക്യാൻ കം ടു യുവർ പ്ലേസ്, ഒന്നിന് നിനക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ ഞാൻ നിൻ്റെ പ്ലേസിലേക്ക് വരാം. അപ്പോൾ അതിനെ നമുക്ക് ഒരു സിംഗിൾ സെൻറ്റൻസ് ആക്കി മാറ്റണമെങ്കിൽ എയ്തർ യു ക്യാൻ കം ഹോം ഓർ ഐ ക്യാൻ കം ടു യുവർ പ്ലേസ്, ഇങ്ങനെയായിട്ട് മാറ്റാം. ഒന്നിലും നിനക്ക് വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം. ഓക്കെ, യെസ്. ദ നെക്സ്റ്റ് വൺ, ഷിഖ, യു ക്യാൻ റീഡ് ദ സെക്കൻഡ് വൺ ആൻഡ് ദ ആൻസർ. ഷിഖ, ആർ യു ദർ? Yes, teacher. Yes, Shikha, you can go ahead. Arun can attend the party. Sheila can attend the party too. Either Arun or Sheila can attend the party. Yes. So, Arun can attend the party. Sheila can attend the party too. അപ്പോൾ അരുണിനും പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഷീലയ്ക്കും പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നിൽ അരുണിന് അല്ലെങ്കിൽ ഷീലയ്ക്ക് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റും. എയ്തർ അരുൺ ഓർ ഷീല ക്യാൻ അറ്റൻഡ് ദ പാർട്ടി. ഇനിയിപ്പോൾ രണ്ടുപേരും പാർട്ടി അറ്റൻഡ് ചെയ്താലും നോ വറീസ്, പ്രോബ്ലം ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, നിരഞ്ജന, യു ക്യാൻ റീഡ് ദ തേർഡ് വൺ ആൻഡ് ദ ആൻസർ. Only 3 people are there, right? So you can exchange yourself and read. Niranjana, you can read the third one and the answer. You can call him, let him call you back. Either you can call him or let him call you back. Okay, you can call him, let him call you back. So, either you can call him or let him call you back. നിനക്ക് അവനെ വിളിക്കാം അല്ലെങ്കിൽ അവൻ നിന്നെ തിരിച്ചു വിളിക്കട്ടെ. അപ്പോൾ ഒന്നിൽ നീ അവനെ വിളിക്കുക, ഒന്നിൽ നിനക്ക് അവനെ വിളിക്കാം, അല്ലെങ്കിൽ അവൻ നിന്നെ തിരിച്ച് വിളിക്കട്ടെ. Okay, this is how we use the correlative conjunctions of choice. The first one, that is either or. Either or. Okay, now moving to the second type, neither nor. ഇതിന് ഞാൻ കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. Neither nor. Yes. Dia, you can read the first one. Okay, ma'am. He is not hardworking. He is he is not sincere to answer. Sincere to answer. He is neither hardworking nor sincere. Okay, so he is not hardworking. അവൻ ഹാർഡ് വർക്കിംഗ് അല്ല. He is not sincere to. അവൻ സിൻസിയറും അല്ല. അപ്പോൾ he is neither hardworking nor sincere. അവൻ ഹാർഡ് വർക്കിങ്ങും അല്ല സിൻസിയറും അല്ല. ഓക്കെ, ഒരാളുടെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഹി ഈസ് നോട്ട് ഹാർഡ് വർക്കിംഗ്, ഹി ഈസ് നോട്ട് സിൻസിയർ ടു, സിൻസിയറും അല്ല. അപ്പോൾ ഹി ഈസ് നെയ്തർ ഹാർഡ് വർക്കിംഗ് നോർ സിൻസിയർ. ഈ ഹാർഡ് വർക്കിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി സിംഗിൾ വേർഡാണ് കേട്ടോ, ഒറ്റ വേർഡാണ്. അത് സ്പേസ് ബൈ മിസ്റ്റേക്ക് വന്നു പോയതാണ്. ഹാർഡ് വർക്കിംഗ് ഇസ് വൺ വേർഡ്. ഓക്കെ, യെസ്. നൗ not Shani, sorry. Shika, you can read the next one. Shika, please read the second one. Okay, Niranjana. Yes, teacher. Yes. Shika, please read the second one. Yes, teacher. My father didn't attend the meeting. My mother also didn't attend the meeting. Neither my father nor my mother attend the meeting. Very good. Attended the meeting. Okay. Attended എന്നുണ്ട്, past tense ഉണ്ട്. So my father did not attend the meeting. My mother also did not attend the meeting. So together we can club it by telling neither my father nor my mother attended the meeting. എന്തുകൊണ്ട് attended എന്ന് ഇവിടെ വന്നു? ക്വസ്റ്റ്യനിൽ attend എന്നല്ലേ ഉള്ളൂ, ഇവിടെ എന്തുകൊണ്ട് attend എന്ന് വന്നു?
അറ്റൻഡഡ് എന്ന് വന്നു ബിക്കോസ് ഡിഡ് നോട്ട് അറ്റൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഡ് വരുന്നുണ്ട് അവിടെ രണ്ട് കേസസിലും. ഡിഡ് നോട്ട് അറ്റൻഡ്, മൈ മദർ ഓൾസോ ഡിഡ് നോട്ട് അറ്റൻഡ്. അപ്പോൾ ഡിഡ് നോട്ട്, ഡിഡ് എന്ന് വന്നാൽ തന്നെ പാസ്റ്റ് ടെൻസ് അല്ലേ, അതുകൊണ്ടാണ് അറ്റൻഡഡ് എന്ന് നമ്മൾ ആൻസറിൽ കൊടുക്കുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ നെയ്തർ മൈ ഫാദർ നോർ മൈ മദർ അറ്റൻഡഡ് ദ മീറ്റിംഗ്. അതിൻ്റെ അർത്ഥം എൻ്റെ ഫാദറും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല, മദറും മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല. ഓക്കെ, യെസ്. നിരഞ്ജന, യു ക്യാൻ റീഡ് ദ തേർഡ് വൺ. കുറച്ച് ഫാസ്റ്റ് ആക്കുക കേട്ടോ. പ്ലീസ് റെസ്പോണ്ട് ക്വിക്ക്ലി. നിരഞ്ജന, ആർ യു ദർ? Okay, she has left the meet. Okay, Diya, you can continue the third one. Okay, ma'am. Akash didn't pass the exam. Varun didn't pass the exam. Answer: neither Akash nor Varun passed the exam. Okay, so Akash didn't pass the exam. Akash exam pass ആയില്ല. Varun did not pass the exam. Varunum exam pass ആയില്ല. അപ്പോൾ together പറയുമ്പോൾ neither Akash nor Varun passed the exam. Okay. Now the fourth one again, Shika, it's your turn. Yes, teacher. Vani doesn't sing well. Veena doesn't sing well. Neither Vani nor Veena sings well. Very good. So Vani doesn't sing well, Veena doesn't sing well. So രണ്ടുപേരും നന്നായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. So we can write neither Vani nor Veena sings well. ഇവിടെ again എന്തുകൊണ്ട് sings എന്ന് വന്നു? ക്വസ്റ്റ്യനിൽ sing എന്നേ പറയുന്നുള്ളൂ. Reason, ഡസൻറ്റ് എന്ന് വരുന്നത് കൊണ്ടാണ് അവിടെ സിങ് എന്ന് എഴുതുന്നത്. ഡസൻറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ അവിടെയും സിങ്സ് തന്നെ എഴുതുമായിരുന്നു ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഡസൻറ്റ് എന്നുള്ളതിന് പകരം നമ്മളിവിടെ ഡസൻറ്റോ ഡോണ്ടോ ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നെയ്തർ വാണി നോർ വീണ സിങ്സ് വെൽ. നമ്മൾ അവരെ സിംഗുലർ സബ്ജക്ട്സ് ആയിട്ടാണ് കാണേണ്ടത്. വാണി ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്, വീണ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നെയ്തർ വാണി നോർ വീണ സിങ്സ് വെൽ. നെയ്തർ വാണി നോർ വീണ സിങ് വെൽ എന്ന് എഴുതരുത്, സിങ്സ് എന്ന് തന്നെ എഴുതണം. കാരണം വാണി ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്, വീണ ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആണ്. രണ്ടും രണ്ട് സബ്ജക്റ്റുകളാണ്, പ്ലൂറൽ സബ്ജക്റ്റ് അല്ല ഇവർ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സിങ് എന്ന് എഴുതാൻ പറ്റില്ല, സിംഗുലർ സബ്ജക്ട്സ് തന്നെയാണ്. ഓൾറൈറ്റ്. ഇപ്പം ഡസൻറ്റ് എന്ന് പറഞ്ഞാൽ സിങ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വാണി ഡസൻ സിങ്സ് വെൽ അങ്ങനെ പറയാൻ പറ്റില്ല. വാണി ഡസൻ സിങ് വെൽ എന്നേ പറയാൻ പറ്റൂ. അതേപോലെ വീണ ഡസൻ സിങ്സ് വെൽ എന്ന് പറയില്ല, വീണ ഡസൻ സിങ് വെൽ എന്നേ പറയുള്ളൂ. അപ്പോൾ ആ ഒരു സിങ്സ് എന്നുള്ളതിന് പകരമാണ് ഡസൻ സിങ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ബട്ട് ആൻസറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡസൻറ്റ് ഇല്ലാത്തത് കൊണ്ട് സിങ്സ് എന്ന് കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ, നൗ മൂവിങ് ടു ദ ലാസ്റ്റ് വൺ. നിരഞ്ജന, can you read the fifth one? It is not summer in India. It is not winter in India. It is either summer or winter in India. Either or ആണോ? നമ്മൾ neither nor അല്ലേ പറയുന്നത്? Neither. ഓക്കെ. സോ ഇറ്റ് ഈസ് നെയ്തർ സമ്മർ നോർ വിന്റർ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സമ്മർ അല്ല, ഇന്ത്യയിൽ ഇപ്പോൾ വിന്ററും അല്ല. സോ ഇറ്റ് ഈസ് നെയ്തർ സമ്മർ നോർ വിന്റർ ഇൻ ഇന്ത്യ. ഓക്കെ, so this is how we use neither and nor. Neither nor clear ആയോ? If any doubts you can ask me now itself. Clear ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് weather or. Weather or is also very interesting. Okay, so weather or എന്ന് പറഞ്ഞാൽ ഒന്നിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? Are you coming or not? Let me know whether you are coming or not. നീ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ക്ലിയർ ആയിട്ട് പറയൂ. അങ്ങനെ അവിടെയാണ് നമ്മൾ വെദർ ഓർ. എയ്തർ ഓർ പോലെ അല്ല, കുറച്ചൊരു ഡിഫറെൻറ്റ് മീനിങ് ആണിത്. ഓക്കെ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഫസ്റ്റ് വൺ ഞാൻ റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. യു ക്യാൻ കം ഓർ നോട്ട്, ഐ വിൽ വെയിറ്റ് ഫോർ യു എനിവേ. നിനക്ക് വരാം, വരാണ്ടിരിക്കാം, ഞാൻ എന്തായാലും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. സോ ദ ആൻസർ ഇസ് വെദർ യു കം ഓർ നോട്ട്, ഐ വിൽ വെയിറ്റ് ഫോർ യു. അപ്പം നീ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വെദർ യു കം ഓർ നോട്ട്, ഐ വിൽ വെയിറ്റ് ഫോർ യു. ഓക്കെ, അപ്പോൾ എന്താണ്? യു ക്യാൻ കം ഓർ നോട്ട്, നിനക്ക് വരാം വരാണ്ടിരിക്കാം, അത് നിൻ്റെ ഇഷ്ടം, പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ അതിനെ ക്ലബ് ചെയ്യുമ്പോൾ വെദർ യു കം ഓർ നോട്ട്, ഐ വിൽ വെയിറ്റ് ഫോർ യു. എനിവേ എന്നുള്ളത് വേണമെങ്കിൽ എഴുതാം, ബട്ട് ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ഓക്കെ, നൗ യു ക്യാൻ റീഡ് ദ സെക്കൻഡ് വൺ. യാ, ഹു ഈസ് വില്ലിംഗ് ടു റീഡ്? You can come forward.
Dia, do you want to read the second one? ആരെങ്കിലും വരൂ. Dia, can you read the second one? I think you are all having network issues, right? അതാണ് വളരെ ഡിലേ ആവുന്നുണ്ട്, റെസ്പോൺസ് കിട്ടാനൊക്കെ ഭയങ്കര ടൈം എടുക്കുന്നുണ്ടല്ലോ. ഷിഖ, can you read the second one? Yes, teacher. Hmm. Whether you succeed or fail in the you succeed or fail in the exam, never quit trying. Whether you succeed or fail in the exam, never quit trying. Okay, so you succeed or fail in the exam. നീ പാസ് ആവുകയോ ഫെയിൽ ആവുകയോ ചെയ്തോ, പക്ഷെ ഒരിക്കലും ശ്രമിക്കുന്നത് നിർത്തരുത്. നെവർ ക്വിറ്റ് ട്രൈയിങ്. So I can club them together and write, whether you succeed or fail in the exam, never quit trying. Okay, now moving to the third one. Okay, Dia, I understand. Okay, now moving to the third one. Niranjana, you can read the third one. You need to score well. Whether you study alone or with friends, you need to score well. Okay, so you study alone or with friends. നീ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയോ ഫ്രണ്ട്സിൻ്റെ കൂടെ പഠിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ബട്ട് യു നീഡ് ടു സ്കോർ വെൽ. ഇപ്പം എന്ത് പറയാം? വെദർ യു സ്റ്റഡി അലോൺ ഓർ വിത്ത് ഫ്രണ്ട്സ്, യു നീഡ് ടു സ്കോർ വെൽ. നീ ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാലും ശരി, അല്ല കമ്പൈൻ സ്റ്റഡി ചെയ്ത് പഠിച്ചാലും ശരി, നീ നല്ല മാർക്ക് വാങ്ങണം. പറയാറില്ലേ, നമ്മുടെ പേരൻസ് ഒക്കെ നമ്മളോട് പറയാറില്ലേ, കമ്പൈൻ സ്റ്റഡിയോ എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ, പക്ഷെ മാർക്ക് വരുമ്പോൾ നല്ല മാർക്കായിരിക്കണം പറയാറുണ്ട് അല്ലേ? അതാണ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ തന്നത്. ഓക്കെ, now the fourth one again. Who can read? Shikha? Yes, Shikha can read the fourth one. Ma'am, can I? Okay, yeah, okay, Shani can read the fourth one, and let Shikha read the fifth one. Yes, Shani, yeah. You go to the shop or market. I want the vegetables today. Answer. Whether you go to the shop or market, I want the vegetables today. Okay, so you go to the shop or market. നീ ഷോപ്പിലേക്ക് പോയാലും മാർക്കറ്റിലേക്ക് പോയാലും ഐ വോണ്ട് ദ വെജിറ്റബിൾസ് ടുഡേ, എനിക്ക് വെജിറ്റബിൾസ് ഇന്ന് വേണം. അപ്പോൾ വെദർ യു ഗോ ടു ദ ഷോപ്പ് ഓർ മാർക്കറ്റ്, ഐ വോണ്ട് ദ വെജിറ്റബിൾസ് ടുഡേ. അപ്പോൾ ചിലർ പറയും, ഞാൻ ഷോപ്പിൽ നിന്നല്ല, ചിലപ്പോൾ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു വരാം, കുറച്ചും കൂടെ റേറ്റ് ചീപ്പായിട്ട് കിട്ടും, അല്ലെങ്കിൽ എന്താണ് വെറൈറ്റീസ് കൂടുതൽ കിട്ടും, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ അതിനാണ് ഇവിടെ പറയുന്നത്, വെദർ യു ഗോ ടു ദ ഷോപ്പ് ഓർ മാർക്കറ്റ്, ഐ വോണ്ട് ദ വെജിറ്റബിൾസ് today. Okay, and now the last one, Shikha, you can read. Yes, teacher. You go to the England or America, you must get a job. Whether you go to England or America, you must get a job. Yes, so here you can see, you go to England or America, you must get a job. അപ്പോൾ നീ ഇംഗ്ലണ്ട് പോയാലും അമേരിക്കയിലേക്ക് പോയാലും നിനക്കൊരു ജോബ് കിട്ടിയിരിക്കണം. നീ എവിടെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല, നീ ഇംഗ്ലണ്ട് പോയാലും ശരി അമേരിക്കയിലേക്ക് പോയാലും ശരി, നിനക്ക് ജോബ് കിട്ടിയിരിക്കണം. ഓക്കെ, ദാറ്റ്സ് വാട്ട് ദേ ആർ ടെല്ലിങ്. ഓക്കെ, സോ വെദർ യു ഗോ ടു ഇംഗ്ലണ്ട് ഓർ അമേരിക്ക, യു മസ്റ്റ് ഗെറ്റ് എ ജോബ്. ഓൾറൈറ്റ്, സോ ഇങ്ങനെയാണ് നമ്മൾ വെദർ ഓർ എന്നുള്ള ഒരു കൺജങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കോറിലേറ്റീവ് കൺജങ്ഷൻ ഓഫ് ചോയ്സ് ആണ്. ഓൾറൈറ്റ്, so now this is a small activity for you. I think നമുക്ക് ഈ ആക്ടിവിറ്റി ഇവിടെ തന്നെ ചെയ്ത് നോക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. That is, in the class itself we can do this activity. Okay, so the first one, I entered the house, the dog jumped on me. The dog jumped on me. Yeah, so how can we join these two sentences using the proper conjunction? ട്രൈ ചെയ്ത് നോക്കൂ. Teacher, can we use no sooner? Yes, that is the correct one. No sooner than. Exactly. Okay, so നമുക്ക് ഇങ്ങനെ വരും. So can you just tell the answer to how it comes?
Yes, teacher. No sooner I entered the house than the dog jumped on me. Yes, that's the right answer. No sooner I entered the house than the dog jumped on me. എന്ന് പറഞ്ഞാൽ ഡോഗ് ജമ്പ് ചെയ്യുന്നതും ഞാൻ വീടിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതും ഏകദേശം ഒരേ സമയത്തായിരുന്നു. No sooner I entered the house than the dog jumped on me. Exactly. Very good. Good attempt. Very good. So I will give you a clap. Okay? Yes. So now, Thank you, teacher. very good. Now the second one. My present school is good. My earlier school is also good. This is very easy, right? You can do it. Teacher, either my present school or my earlier school is good. നമ്മളത് എയ്തർ ഓർ പറയുന്നത് ബേസിക്കലി നമ്മളിപ്പോൾ എന്താ പറയുക, രണ്ടും നല്ലതാണ് എന്നുള്ളതിനല്ല നമ്മൾ പറയാ. ഒന്നിൽ ഇത് അല്ലെങ്കിൽ അത്, മിക്കപ്പോഴും നമുക്ക് ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ പറയാ. ഒന്നിൽ ഇത് അല്ലെങ്കിൽ അത് നല്ലതാണ്, അങ്ങനെ ഒരു മീനിങ്ങിലാണ് പറയാ. സോ യു ക്യാൻ യൂസ് അനദർ കൺജങ്ഷൻ ദാറ്റ് വി സ്റ്റഡീഡ്. നമ്മൾ മറ്റൊരു കൺജങ്ഷൻ പഠിച്ചിരുന്നു ഏകദേശം അതേ മീനിങ്ങിൽ. വെരി സിമ്പിൾ. അതിൽ നമ്മുടെ ആ ഒരു പെയറിൽ ഒന്ന് വന്നിട്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷനും ആണ്. Yeah, I will help you. Both my present school and earlier school are good. Okay, both my present school and my earlier school are good. അപ്പോൾ ഇവിടെ ഈസ് എന്നാണുള്ളത്. മൈ പ്രസന്റ് സ്കൂൾ ഇസ് ഗുഡ്, മൈ ഏർലിയർ സ്കൂൾ ഇസ് ഓൾസോ ഗുഡ്. ഈസ് വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു ക്യാൻ ടെൽ ബോത്ത് മൈ പ്രസന്റ് സ്കൂൾ ആൻഡ് ഏർലിയർ സ്കൂൾ ആർ ഗുഡ്. ബിക്കോസ് പ്രസന്റ് സ്കൂളിനെയും ഏർലിയർ സ്കൂളിനെയും ഇവിടെ പ്ലൂറലായി, സബ്ജക്ട്സ് പ്ലൂറലായി, അതുകൊണ്ട് നമ്മൾ എന്താണ് ആർ എന്ന് യൂസ് ചെയ്യുന്നു. Alright, now the next Okay. one. Yes, very good. Now the next one is Asif is my student, Varun is my student. Teacher, here also both Yes. Asif Ah, and Varun are my students. very good. Both Asif and Varun are my students എന്നായിട്ട് നമ്മൾ പറയും. അല്ലെങ്കിൽ നമുക്ക് പറയാം Asif as well as Varun are my students. That is also a possible way of expressing the sentence. Okay. Now, Okay. yes, the next one is learn this properly. Stop coming to the class. Yeah, give it a try. Either learn this properly or stop coming to the class. Exactly. Either learn this properly or stop coming to the class. Very good. Yes. Now, the next one is grammar is not uninteresting. It is not difficult. Teacher, grammar is neither uninteresting nor difficult. Yes, very good. So you can see grammar is neither uninteresting nor difficult. It means grammar is easy and interesting too. Grammar is interesting and easy to study, right? Okay, next one. He must improve his speed. He must improve his handwriting also. He must improve both his speed and his writing. Sorry, handwriting. Yeah, he must improve both his speed and handwriting. Okay, next one. I like mathematics very much. I like English as much equally. Very easy, right? I like mathematics very much. I like English as much equally. I like mathematics as well as English very much. That is one option. Very good. That is one option. The second one is I like both mathematics and English. That is the another option. Okay. Yes, teacher. Now moving to the next one. I informed all the students about the program. I informed the teachers about it also.
I informed all the students as well as the teachers about the program. Yes, I informed all the students as well as the teachers about the program. Good. Next one. Ali reached the school. The storm started immediately after that. No sooner Ali reached the school than the storm started immediately after that. Like you can tell, no sooner Ali reached the school than the storm started. That's enough. You can just pause. Started വെച്ചിട്ട് നമുക്ക് നിർത്താം. Okay, Okay, teacher. because immediately എന്നുള്ളത് നമ്മളിവിടെ പറയുന്നില്ല, because already ആ കൺജങ്ഷന്റെ മീനിങ് തന്നെ എന്താണ്, ഷോർട്ട് പീരിയഡിൽ അത് തുടങ്ങി എന്നുള്ളത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതായത് ഇവിടെ അലി സ്കൂൾ റീച്ച് ആയപ്പോൾ തന്നെ സ്റ്റോം സ്റ്റാർട്ട് ചെയ്തു. സോ ബോത്ത് ദ ഇവന്റ്സ് ഓൾമോസ്റ്റ് ഹാപ്പൻഡ് അറ്റ് ദ സെയിം ടൈം. Okay, similarly the Yes, next teacher. one, yes, and the last one is she ran very fast, I fell behind. No sooner Hmm. than I fell is enough, no teacher. Which one, Shika? I'm sorry. No sooner she ran very fast than I fell Then I fell behind. Yes. behind. Yes, that's right. That's right. Okay, no sooner I'm sorry, no sooner she ran very fast than I fell behind. This is how the answer comes. So with this we have completed the two types of correlative conjunctions. Now we are slowly moving to the last type, subordinating conjunctions. So subordinating conjunctions actually നമുക്കൊരു half an hour നമ്മൾക്ക് ഡിസ്കസ് ചെയ്ത് പോകേണ്ട ഒരു ടോപ്പിക്കാണ്. So I will just give you a short or a brief introduction about subordinating conjunctions. So conjunctions that join a dependent clause to an independent clause are called subordinating conjunctions. So first of all, what is meant by a dependent clause and an independent clause എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. So first of all, what is a clause? What is meant by a clause? Basic ആദ്യം നമ്മൾ അത് അറിഞ്ഞിരിക്കണം. So you know what is meant by a sentence, right? A sentence Yes, is, teacher. yeah, a sentence is a group of words put together to form a sense is called a sentence. That gives you a meaning is called a sentence. So what is meant by a sentence എന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പം definition എഴുതാം. So you can say that a group of words put together to get a meaning is called a sentence. Now what is meant by a clause? അതിൻ്റെ അർത്ഥം it is actually a grade below sentence. സെൻറ്റൻസിനെ കാട്ടിലും ഒരു റാങ്ക് താഴെ വരുന്ന ആളാണ് ക്ലോസ്. സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന വേർഡ്സ് എല്ലാം കൂടെ ടുഗെദർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ വി ഗെറ്റ് എ മീനിങ്. ബട്ട് ക്ലോസസ് ആർ നോട്ട് ലൈക്ക് ദാറ്റ് ഓൾ ദ ടൈം. Sometimes clauses are meaningful even if they stand alone. Sometimes clauses do not give us a proper meaning. അപ്പോൾ എന്താണ്, ഒരു സെൻറ്റൻസിൻ്റെ അത്രയും പെർഫെക്ഷനോ റാങ്കോ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് താഴെ സെൻറ്റൻസിനെക്കാട്ടിലും തൊട്ട് താഴെ വരുന്ന ഒരാളാണ് ക്ലോസ്. ബേസിക്കലി നമ്മൾ ഒരു ഓർഡർ ഉണ്ട്, അതിനെ നമ്മൾ പറയുന്നത് ഒരു ട്രീ എന്നൊക്കെ, ലാംഗ്വേജ് ട്രീ എന്നൊക്കെ പറയും അതിന്. ദറ്റ് ഈസ് we always start learning a language by first studying the letters. First വന്നിട്ട് alphabet അല്ലെങ്കിൽ letter. Group of letters gives you a word. പിന്നെ groups of words gives you a phrase. Groups of phrases gives you a clause. And groups of clauses will give you a sentence. അപ്പോൾ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ പോവുകയാണെങ്കിൽ letter, word, phrase, clause and sentence എന്ന് പറയും. ഡിസെൻഡിങ് ഓർഡറിൽ പറയുമ്പോൾ സെൻറ്റൻസ്, ക്ലോസ്, ഫ്രേസ്, വേർഡ് ആൻഡ് ലെറ്റർ ഇങ്ങനെ വരും. അപ്പോൾ ക്ലോസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സെൻറ്റൻസിനെക്കാട്ടിലും ഒരു ഗ്രേഡ് താഴെ വരുന്നതാണ്. ആൻഡ് ദോസ് ക്ലോസസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻ ടു ടു ടൈപ്സ് ആസ് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. സോ പേരിൽ തന്നെയുണ്ട്, ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് മീൻസ് ദോസ് ദാറ്റ് കനോട്ട് സ്റ്റാൻഡ് അലോൺ, that cannot give you a meaning by standing alone. It will have to depend on some other part of the sentence or some conjunction or some other clause maybe. But independent clause nu parnja anganeyalla. These are clauses that can exist alone or that can stand alone. വേറെ ആരുടെയും സഹായമില്ലാണ്ട് സെൻറ്റൻസ് പോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുള്ളവരെയാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്.
So independent clauses are similar to short sentences. But നമ്മൾ അവരെ സെൻറ്റൻസിന് നമ്മൾ കൺവേർട്ട് ചെയ്യില്ല, ക്ലോസ് ആയിട്ട് തന്നെയായിരിക്കും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ദ ഓൺലി ഡിഫറൻസ് ഇസ് വൺ ടൈപ്പ് ഇസ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് അതർ ടൈപ്പ് ഇസ് ഇൻഡിപെൻഡൻറ്റ്. സോ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞാൽ those conjunctions that join a dependent clause to an independent clause. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ജോയിൻ ചെയ്യുന്ന കൺജങ്ഷൻസിനെ നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് എടുത്തു പറയുന്നു. So for example, we have two sentences here. The first one says, we went on walking though it was getting dark. We went on walking though it was getting dark. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ the first clause is we went on walking. കൺജങ്ഷൻസിന് ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന സെൻറ്റൻസസ് ആണ് നോക്കാൻ, ക്ലോസസ് നോക്കുക. ദോ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കൺജങ്ഷൻ. സോ ദ ഫസ്റ്റ് ക്ലോസ് വി യൂസ് ഹിയർ ഇസ് വി വെൻറ്റ് ഓൺ വാക്കിംഗ് ആൻഡ് ദ സെക്കൻഡ് ക്ലോസ് ഇസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. അപ്പോൾ ഇവിടെ യു ക്യാൻ സി വി വെൻറ്റ് ഓൺ വാക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ലൈക്ക് ആൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ബിക്കോസ് ഇപ്പം ഞാൻ വി വെൻറ്റ് ഓൺ വാക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കംപ്ലീഷൻ മീനിങ് ഉണ്ടോ ചോദിച്ചാൽ യെസ് ഉണ്ട്, ബട്ട് എന്തോ ഒരു കംപ്ലീഷൻ കിട്ടുന്നില്ല, ഒരു ഫുൾഫിൽ ആവുന്നില്ല. വി വെൻറ്റ് ഓൺ വാക്കിംഗ് എന്ന് പറയുമ്പോൾ ഓക്കെ, ദാറ്റ്സ് എ സെൻറ്റൻസ്, ഫൈൻ, ചെറിയൊരു ക്ലോസ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്, അതും ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. അപ്പം നമുക്ക് ഡെഫിനേഷൻ വെച്ച് പറയുന്നത് എന്താണ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ജോയിൻ ചെയ്യുന്ന കൺജങ്ഷൻസ് ആണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് റൂൾ അല്ല ഫോളോ ചെയ്യുന്നത്. വി വെൻറ്റ് ഓൺ വാക്കിംഗ് അതും ഇൻഡിപെൻഡൻ്റ് ആണ്, ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ഇൻഡിപെൻഡൻ്റ് ആണ്. എനിവേസ് രണ്ട് ക്ലോസസ് ഉണ്ടോ, ഇതൊരു ക്ലോസ് ഇതൊരു ക്ലോസ്. ഇപ്പോൾ രണ്ട് ക്ലോസസിന്, രണ്ട് ഡിപ്പെൻഡൻറ്റോ രണ്ട് ഇൻഡിപെൻഡൻറ്റോ ആയിട്ടുള്ള ക്ലോസസിനെ ജോയിൻ ചെയ്യുന്ന കൺജങ്ഷൻ ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ദോ ഇസ് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. സിമിലർലി യു സെഡ് ദാറ്റ് യു വുഡ് കം. You said that you would come. ഇവിടെ again you can see you said. You said എന്ന് മാത്രം പറഞ്ഞാൽ എന്ത്, what you said, it's not complete. It is a dependent clause. You would come, അത് പക്ഷേ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. You would come, നീ ഒരു പക്ഷേ വരാം, you would come. അപ്പോൾ എന്താണ്, here you can see one is dependent and the other one is an independent clause. So both the clauses are joined using the conjunction that. So in the above sentences, the conjunctions though and that join the two clauses in each sentence. In both sentences A and B, the second clause is the dependent clause as it depends upon the first clause to make a complete sense. അപ്പോൾ നമുക്ക് ഇത് വരുന്നത് എ ആൻഡ് ബിയിലല്ല, ബിയിൽ മാത്രമാണ്. ഓക്കെ, എ സ്മോൾ എഡിറ്റിംഗ് ഹാസ് ടു ബി മെയ്ഡ്. ഈ സെക്കൻഡ് സെൻറ്റൻസിൽ മാത്രമാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വരുന്നത്, ഫസ്റ്റ് വണ്ണിൽ രണ്ടും ഇൻഡിപെൻഡൻറ്റ് തന്നെയാണ്. Since the conjunctions though and that join the dependent clause to the independent clause within the structure of subordination, these conjunctions are called subordinating conjunctions. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന പേര് വരാൻ കാരണം. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ എല്ലാവരെയും കൂടെ സബോർഡിനേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. അതുകൊണ്ടാണ് we call them subordinating conjunctions. So in the next class we will discuss what are all the different types of subordinating conjunctions, and will also check and do an activity based on that. Okay, so with this we can wind up today's session. Any doubts in the lessons taken today? No, teacher. Okay, are you able to understand clearly? Yes, teacher. Okay, what about Niranjana, is it clear?